നിർമ്മിത ബുദ്ധിക്കും ചാറ്റ് GPT-ക്കും അടിസ്ഥാനമായി സംഗമഗ്രാമ മാധവന്റെ ഗണിത സിദ്ധാന്തങ്ങൾ ആണ്. നിർമ്മിത ബുദ്ധിയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകളെ സൃഷ്ടിക്കുന്ന തിരക്കിലാണ് ഇന്ന് ശാസ്ത്രലോകം. പലതിൻ്റെയും അടിസ്ഥാന ഘടകമായി പ്രവർത്തിക്കുന്നത് സംഗമഗ്രാമ മാധവന്റെ ഗണിത സിദ്ധാന്തങ്ങളാണ്. ആരാണ് ഈ സംഗമഗ്രാമ മാധവൻ? സംഗമഗ്രാമ മാധവൻ ലോകം തിരിച്ചറിഞ്ഞ ജ്യോതിശാസ്ത്ര നക്ഷത്രം. AD 10-ാം നൂറ്റാണ്ടിനു ശേഷം ഉത്തര ഭാരതത്തിൽ നിന്ന് ഗണിതശാസ്ത്ര സംഭാവനകൾ കുറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആചാര്യന്മാരുടെ സംഭാവന അക്കാലത്ത് ഈ രംഗത്തെ സുവർണ ശോഭയോടെ നിലനിർത്തി. ഇവരിൽ പ്രസിദ്ധനായിരുന്നു കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന ഗുരുശിഷ്യ പരമ്പര സ്ഥാപിച്ച സംഗമഗ്രാമ മാധവൻ. ഈ മനയിലും പരിസരത്തുമാണ് സംഗമഗ്രാമ മാധവൻ എന്ന മാധവൻ നമ്പൂതിരി ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളാണ് അമേരിക്ക, ബ്രിട്ടൻ, ജപ്പാൻ എന്നിവിടങ്ങളിലെ സർവകലാശാലകളിൽ പാഠ്യവിഷയം. ഇതാണ് പാശ്ചാത്യ ലോകം ഇവിടേക്ക് എത്തുവാൻ കാരണം. ഇതിന് തൊട്ട് സമീപമായി രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി എന്ന നമ്മുടെ വിദ്യാലയവും സ്ഥിതി ചെയ്യുന്നു. അപരിമിത ശ്രേണികൾ മുഖേന സമവൃത്തത്തിന്റെ പരിധി കണക്കാക്കാൻ സൂത്രം കണ്ടുപിടിച്ച ഗണിത ശാസ്ത്രജ്ഞൻ, ലോകപ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞൻ ജെയിംസ് ഗ്രിഗറിയുടെ ആചാര്യസ്ഥാനം കവർന്ന പ്രതിഭ, ജീവപരസ്പര ന്യായത്തിന്റെയും ഉപജ്ഞാതാവ്, ത്രികോണമിതി, ജ്യാമിതി, കാൽക്കുലസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെയെല്ലാം അടിസ്ഥാനം കണ്ടുപിടിച്ച മഹാൻ. കടപയാതി സമ്പ്രദായത്തിൽ സൈൻ പട്ടിക ഉണ്ടാക്കിയ പ്രതിഭാസം തുടങ്ങി നിരവധി വിശേഷങ്ങളാണ് സംഗമഗ്രാമ മാധവന് പാശ്ചാത്യ ലോകത്തിലെ ഗണിതശാസ്ത്ര സമൂഹം ചാർത്തിക്കൊടുത്തത്. സംഗമഗ്രാമ മാധവന്റെ കൃതിയായ വെണ്വാരോഹത്തിലെ ബഗുളാധിഷ്ഠിതത്വേന വിഹാരോയോ വിശിഷ്യതേ ഗൃഹനാമനിസോയം സ്വാന്നി ജനാമതിമാധവ എന്ന ശ്ലോകം അനുസരിച്ചാണ് ഇദ്ദേഹത്തിന്റെ പേരും ജന്മഗൃഹവും കണ്ടെത്തിയിരിക്കുന്നത്. ബഗുളം എന്നാൽ ഇരഞ്ഞി എന്നും വിഹാരമെന്നാൽ ബുദ്ധവിഹാരത്തിലെ വിഹാരം അഥവാ പള്ളിയെന്നും കണക്കാക്കി ഇരഞ്ഞി നിന്ന പള്ളിയെന്നും പേര് മാധവൻ എന്നും കണക്കാക്കി. മാധവൻ നമ്പൂതിരിയുടെ ഉപാസനമൂർത്തിയായ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രവും അദ്ദേഹം വാന നിരീക്ഷണത്തിനു രചനയ്ക്കും വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് കരുതുന്ന കരിങ്കൽ പീഠവും ഇപ്പോഴും ഇവിടെ കാണാം. AD 1350-നും 1425-നും ഇടയ്ക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലമെന്ന് കണക്കാക്കുന്നു. തുടർന്നു ഇങ്ങോട്ട് വന്ന കേരളീയ ഗണിത ജ്യോതിശാസ്ത്ര പണ്ഡിതർക്കെല്ലാം ആരാധ്യനായിരുന്നു സംഗമഗ്രാമ മാധവനെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടവർ എഴുതിയ കൃതികൾ തെളിവ് നൽകുന്നു. ഗോള ഗണിതത്തിൽ അദ്വിതീയനായിരുന്ന ഇദ്ദേഹം ഗോളവിത് എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന് സംഗമഗ്രാമ മാധവൻ എന്നറിയപ്പെട്ടിരുന്ന എന്ന് കണ്ടെത്തിയത് ഉള്ളൂരായിരുന്നു. ഇതിനാൽ തന്നെ സംഗമപുരി എന്നറിയപ്പെട്ട ഇരിങ്ങാലക്കുടയിലെ ഇരിഞ്ഞാറപ്പിള്ളി അഥവാ ഇരിങ്ങാടപ്പിള്ളി മനയായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട് എന്നും കണ്ടെത്തുകയുണ്ടായിരുന്നു. പാശ്ചാത്യ ലോകത്ത് മാധവൻ നമ്പൂതിരിയുടെ തിളക്കം അനുദിനം ഏറി വന്നപ്പോൾ സംഗമപുരി എന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുട ഗ്രാമത്തെ ജ്യോതിശാസ്ത്ര ഗണിത ശാസ്ത്ര രംഗത്തെ മഹാസർവകലാശാലയാക്കി മാറ്റി. ത്രികോണമിതി, ജ്യാമിതി, കാൽക്കുലസ് തുടങ്ങിയ ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെട്ടിരുന്നത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജെയിംസ് ഗ്രിഗറിയുടെ പേരിലായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഇതേ സിദ്ധാന്തങ്ങൾ
14-ാം നൂറ്റാണ്ടിൽ മാധവൻ നമ്പൂതിരി കണ്ടുപിടിച്ചു എന്ന് തെളിഞ്ഞതിനാൽ ഗണിതശാസ്ത്ര ലോകം ഗ്രിഗറി തിയറിയുടെ മാധവ ഗ്രിഗറി തിയറി എന്ന് വിളിക്കുകയായിരുന്നു. കെപ്ലറുടെയും കോപ്പർനിക്കസിന്റെയും പഠനങ്ങൾക്ക് 200 വർഷം മുമ്പ് നീലകണ്ഠ സോമയാജി സൂര്യനെ ചുറ്റും ഗ്രഹങ്ങൾ ദീർഘവൃത്തത്തിൽ സഞ്ചരിക്കുന്ന സൂര്യകേന്ദ്രീകൃത സൗരയുധത്തെപ്പറ്റി പഠിച്ചിരുന്നു. സംഗമഗ്രാമ മാധവൻ സ്ഥാപിച്ച ഗുരു ശിഷ്യ പരമ്പരയിൽ പ്രസിദ്ധനായിരുന്നു നീലകണ്ഠ സോമയാജി. ഈ പരമ്പരയിൽപ്പെട്ട ജ്യേഷ്ഠദേവൻ എഴുതിയ യുക്തിഭാഷ മലയാളത്തിലെ ആദ്യ ഗണിത ശാസ്ത്ര ഗ്രന്ഥമായി കണക്കാക്കുന്നു. ചാൾസ് മാഷിന്റെ അഭിപ്രായത്തിൽ ലോകത്ത് ആദ്യമായി പ്രസിദ്ധീകരിച്ച കാൽക്കുലസിന്റെ ഗ്രന്ഥമാണ് യുക്തിഭാഷ. മാധവൻ നമ്പൂതിരി കണ്ടുപിടിച്ചു എന്ന് തെളിഞ്ഞതിനാൽ ഗണിതശാസ്ത്ര ലോകം ഗ്രിഗറി തിയറിയെ മാധവ ഗ്രിഗറി തിയറി എന്ന് വിളിക്കുകയായിരുന്നു. തന്റെ ഗണിതശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് പൈയുടെ വില 11 ദശാംശ സ്ഥാനങ്ങളിൽ കണക്കാക്കാൻ സംഗമ ഗ്രാമ മാധവന് കഴിഞ്ഞു. കടവയാതി സമ്പ്രദായ പ്രകാരം 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ 3.75 ഡിഗ്രി വ്യത്യാസത്തിൽ സൈൻ പട്ടിക നിർമ്മിച്ചതാണ് സംഗമ ഗ്രാമ മാധവന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന. കടവയാതി സമ്പ്രദായം AD 5-ാം നൂറ്റാണ്ടിൽ വരരുചി ആവിഷ്കരിച്ച അക്ഷരസംഖ്യ സമ്പ്രദായമായാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സമ്പ്രദായത്തിൽ ഓരോ വ്യഞ്ജനാക്ഷരങ്ങൾക്കും അക്ഷരമൂല്യം നൽകിയിട്ടുണ്ട്. സ്വരങ്ങളുടെ സംഖ്യ 0 ചില്ലക്ഷരങ്ങളെ പരിഗണിക്കേണ്ടതുമില്ല. സംഖ്യകളുടെ അനന്തത സംബന്ധിച്ച് സിദ്ധാന്തം ആദ്യം രൂപവൽക്കരിച്ചത് മാധവനായിരുന്നുവെന്ന് പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നു. സംഖ്യകൾ അന്തമല്ലെന്ന ലോകത്തിന്റെ ചിന്താഗതി മാറുന്നത് മാധവന്റെ വരവോടുകൂടിയാണ്. സൈൻ, കോസൈൻ തുടങ്ങിയ ത്രികോണമതി സിദ്ധാന്തങ്ങൾ ആദ്യമായി രൂപപ്പെടുത്തിയതും മാധവനായിരുന്നു. ചന്ദ്രന്റെ ചാക്രീയ ചലനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വെണ്വാരോഹം സംഗമ ഗ്രാമ മാധവന്റെ കൃതിയായി കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രചലനങ്ങളെ മുളം കമ്പുകൊണ്ട് കണക്കുകൂട്ടി വച്ചിരിക്കുന്ന കൃതിയാണ് വെണ്വാരോഹം. വേണു എന്നാൽ മുളയെന്നും അർത്ഥം. തിഥിയും നക്ഷത്രവും പിഴയില്ലാതെ ഗണിക്കുന്നതിനു വേണ്ടി ചന്ദ്രസ്ഫുടം സൂക്ഷ്മമായി അറിയാനുള്ള മാർഗമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അരമണിക്കൂർ ഇടവിട്ട് ചന്ദ്രന്റെ രൂപം, യഥാർത്ഥ സ്ഥാനം, താൽക്കാലിക ഗതിയുടെ മൂല്യം ഉപയോഗിച്ച് കണക്കാക്കാനുള്ള സകേതം മാധവാചാര്യൻ കണ്ടെത്തി. 1956 തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച വെണ്വാരോഹത്തിന് അച്യുത പിഷാരടി രചിച്ച മലയാള വ്യാഖ്യാനവും ഈ അടുത്ത കാലത്താണ് കണ്ടെത്തിയിട്ടുള്ളത്. വെണ്വാരോഹത്തിന് വ്യാഖ്യാനം എഴുതിയ തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി കരണോത്തരം, ഉപരാഗക്രിയാക്രമം, ഹോരാസാരോചയം മുതലായ ജ്യോതിഷകൃതികളുടെ കർത്താവാണെന്നും ഇദ്ദേഹം മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെ ഗുരുവാണെന്നും ഉള്ളൂർ S പരമേശ്വരയ്യർ കേരള സാഹിത്യ ചരിത്രത്തിൽ പറയുന്നു. വെണ്വാരോഹണ വ്യാഖ്യാനം പിഷാരടി രചിച്ചത് നേത്രനാരായണനെന്നും അപരനാമമുള്ള ആഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഈ ഗ്രന്ഥാവസാനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സംഗമഗ്രാമ മാധവന്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗോളവാദം, മദ്യമതയന, മദ്യപ്രകരണ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ടെക്സാസസ്, ന്യൂ ആൻഡ്രൂസ്, മാഞ്ചസ്റ്റർ എന്നീ സർവകലാശാലകളിൽ ഇപ്പോഴും ലഭ്യമാണ്.